നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ട്രംപിന്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് US ഇന്റലിജൻസ് റിപ്പോർട്ട് വരികയാണ്. ഇറാന്റെ മിസൈൽ ശേഷി തകർത്തുവെന്നും മിസൈൽ ലോഞ്ചറുകൾ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നുമായിരുന്നു ട്രംപിന്റെ ഇസ്രായേലിന്റെയും വാദം. എന്നാൽ ഇത് വാസ്തവമല്ല എന്നും ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലേറെയും ഇപ്പോഴും സജീവമാണ് എന്നും 1000-ലേറെ ഡ്രോണുകളെങ്കിലും കുറഞ്ഞത് ഇറാന്റെ പക്കൽ ഇപ്പോഴും ശേഷിക്കുന്നുവെന്നുമാണ് US ഇന്റലിജൻസ് വെളിപ്പെടുത്തിയതായി CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക നശിപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന മിസൈൽ ലോഞ്ചറുകൾക്ക് പോലും ഇപ്പോഴും പ്രവർത്തനക്ഷമവും വേണമെങ്കിൽ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്നതുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോഞ്ചറുകൾ ഇറാൻ മറച്ച് വെച്ചിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഇറാനിൽ ഈ ആഴ്ച വരെ 12,300-ലേറെ സ്ഥലങ്ങളിലാണ് US സൈന്യം വ്യോമാക്രമണം നടത്തിയത്. പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയും അലി ലാരിജാനിയും പോലെയുള്ള ഉന്നതരെയും ഉൾപ്പെടെ US ഇസ്രായേൽ സംഘം വകവരുത്തി. എന്നാൽ അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായതുമില്ല. മിസൈലുകളുടെ വലിയ ശേഖരം ഇറാന്റെ പക്കൽ ഇപ്പോഴും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനെ പരാജയപ്പെടുത്തിയതെന്നും ലക്ഷ്യങ്ങൾ നിറവേറ്റിയതും ട്രംപ് പറയുന്നതിനിടയിലും ഇസ്രയേലിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലും ഇറാൻ കനത്ത മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത രഹസ്യ തുരങ്കങ്ങളും മൊബൈൽ മിസൈൽ ലോഞ്ചറുകളുമാണ് ഇറാന്റെ കരുത്തെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലോഞ്ചറുകളുമായി സൈന്യം അപ്രത്യക്ഷരാകുമെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം 90% തീർന്നുവെന്നും സൈന്യത്തെ നിർവീര്യമാക്കി എന്നുമാണ് വൈറ്റ് ഹൌസ് വക്താവ് അവകാശപ്പെടുന്നത്. CNN പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് വക്താവ് തള്ളുകയും ചെയ്തു. 20 മുതൽ 25% വരെ ലോഞ്ചറുകളെ ഇറാന് ഇനിയുള്ളൂവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങളിലും ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. ദുബായിലെ US ടെക് കമ്പനിയായ ഒറോങ്കിൽ ആക്രമിച്ചതായും സാരമായ നാശനഷ്ടം വരുത്തിയതായും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ UAE ഇക്കാര്യം നിഷേധിച്ചിട്ടുമുണ്ട്. ഇറാനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ അമേരിക്കൻ സൈനിക നേതൃത്വത്തിൽ അപ്രതീക്ഷിത അഴിച്ചുപണി നടക്കുന്നുണ്ട്. US കരസേനാ മേധാവി ജനറൽ റാഡിൻ ജോർജിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെയ്ത്ത് സ്ഥാനത്ത് നിന്ന് നീക്കി. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഉടൻ വിരമിക്കണമെന്ന കർശന നിർദ്ദേശം ഹെഗ്സെയ്ത്ത് നൽകിയത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ സൈനിക മേധാവിയെ മാറ്റുന്ന അപൂർവ നടപടി പെന്റഗണും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസംഗത്തിന് മുന്നോടിയായും പ്രസംഗവേളയിലും പശ്ചിമേഷ്യയിൽ ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി. ടെൽ അവീവ്, ദോഹ, ദുബായ് എന്നിവിടങ്ങളിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറണുകളും മുഴങ്ങിയിരുന്നു. അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിലും ആക്രമണം ഉണ്ടായിരുന്നു. സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ പാലങ്ങൾ തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ നേരിടാൻ 70% ഇറാൻകാർ സജ്ജരാണ് എന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഖാലിഫ് പ്രഖ്യാപിച്ചു. ഇറാൻ മണ്ണിൽ കാലുകുത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന് ഇറാൻ കരസേനാ മേധാവി മേജർ ജനറൽ അമീർ ഹാത്തിമി പ്രഖ്യാപിച്ചു. അതിശക്തമായ രഹസ്യ ആയുധശേഖരവും ആയുധ ഫാക്ടറികളും തങ്ങൾക്കുണ്ടെന്നും അമേരിക്ക ഇതുവരെ തകർത്തത് അപ്രധാനമായ കേന്ദ്രങ്ങൾ മാത്രമാണെന്നും ഇറാൻ സായുധ സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദുൽഫഹാരി അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാൻ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കാമെന്ന് പാകിസ്ഥാൻ വീണ്ടും അറിയിച്ചു. ചൈനയുടെ സഹകരണത്തോടെയുള്ള 5 നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ഈജിപ്ത്, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടിരുന്നു. യുദ്ധം നീളുന്നതിനാൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. റോയിറ്റേഴ്സ് സർവേ പ്രകാരം 60% പേർ യുദ്ധത്തെ എതിർക്കുന്നു. 66% പേർ ഉടൻ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ട്രംപിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായതായും സർവേ സൂചിപ്പിക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ ഒരു ഉടമ്പടിക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേക്ക് ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് വീണ്ടും വരുന്നത്.